നമസ്കാരം. സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് UDF ആണ് കളം പിടിച്ചത് എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം. ഇതിൽ സ്വാഭാവികമായും CPM-നും LDF-നും മുന്നണിക്കുമൊക്കെ വലിയ അമർഷവുമുള്ള ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയായിരുന്നു. K. മുരളീധരന്റെ നേതൃത്വത്തിൽ കൃത്യമായ സ്ഥാനാർത്ഥി നിർണയവും പ്രഖ്യാപനവും നടന്നു. UDF സ്ഥാനാർത്ഥിയായി വൈഷ്ണ സുരേഷ് പ്രഖ്യാപനത്തിലൂടെ തന്നെ വലിയ വിമർശനങ്ങൾ CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വൈഷ്ണ സുരേഷ് മുട്ടട വാർഡിൽ വിജയിച്ച് വലിയ ഭൂരിപക്ഷത്തോടെ വരുമെന്നുള്ള ഭയം CPM-ന് ഉണ്ട് എന്നുള്ളത്. തൊട്ട് പിന്നാലെ തന്നെ CPM-ന്റെ തന്നെ ചില നേതാക്കൾ പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നതും കേരളം കണ്ടു. അതിലേറ്റവും പ്രധാനമായും പറഞ്ഞത് വൈഷ്ണ താമസിക്കുന്ന ഇടത്ത് കൃത്രിമത്വം നടത്തി എന്നതാണ് CPM-ന്റെ വാദം. പക്ഷേ ഏറ്റവും ഒടുവിൽ വൈഷ്ണ സുരേഷ് കോടതിയെ സമീപിക്കുകയാണ്. കോടതി കൃത്യമായി ഈ വിഷയത്തിൽ നിരീക്ഷണം നടത്തിയെന്ന് മാത്രമല്ല, CPM-നും LDF-നുമുള്ള കനത്ത തിരിച്ചടി മറുപടി നൽകുകയും ചെയ്തു. ഈ മാസം 20-നുള്ളിൽ ജില്ലാ കളക്ടർ തീരുമാനമെടുക്കണമെന്നാണ് ഹൈക്കോടതി ഇന്ന് ചൂണ്ടിക്കാണിച്ചത്. മാത്രവുമല്ല, വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതിനെതിരായ വൈഷ്ണയുടെ ഹർജി പരിഗണിക്കുകയും അതോടൊപ്പം തന്നെ ഇടക്കാല ഉത്തരവ് ഇന്നിറക്കുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ ഈ നടപടിയെ കോടതി പൂർണ്ണമായിട്ടും വിമർശിക്കുകയാണ്. കേവലം രാഷ്ട്രീയം കലർത്തരുത് എന്നുള്ള മുന്നറിയിപ്പും താക്കീതും കൂടി എന്തായാലും ഇന്ന് കോടതി നൽകിയിട്ടുണ്ട്. വൈഷ്ണയ്ക്കെതിരെ പരാതി നൽകിയ CPM നടപടിയെയാണ് ഹൈക്കോടതി ഇന്ന് വിമർശിച്ചത് എന്നതും വളരെ ശ്രദ്ധേയമാണ്. ഒരു യുവ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ മത്സരിക്കാൻ വരുമ്പോൾ ഇങ്ങനെയാണോ കാണിക്കേണ്ടത് എന്നാണ് കോടതിയുടെ ചോദ്യം. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയതിനെതിരെ വൈഷ്ണ നൽകിയ അപ്പീൽ പരിഗണിക്കുന്ന വേളയിലായിരുന്നു ഹൈക്കോടതിയുടെ ഈ പരാമർശങ്ങളും ഉത്തരവ് എന്തായാലും ഹൈക്കോടതി ഇന്ന് ഇട്ടത്. സ്വാഭാവികമായും ഇത് CPM-നും ഇടതു മുന്നണിക്കും ഒരു കനത്ത തിരിച്ചടി എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും കോടതി പരാമർശം വന്നതിന് പിന്നാലെ വളരെ പോസിറ്റീവായിട്ടാണ് സ്ഥാനാർത്ഥിയായ വൈഷ്ണ സുരേഷ് ഇന്ന് പ്രതികരിച്ചത്. കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്നും നീതിപൂർവമായ ഒരു നടപടി കോടതിയിൽ നിന്നും ഉണ്ടാകുമെന്നാണ് വൈഷ്ണ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇന്ന് പറഞ്ഞത്. അല്ല, അനുകൂലമായിട്ടൊരു വിധി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം സത്യം ജയിക്കും എന്നുള്ളതാണല്ലോ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ ആ രീതിക്ക് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി തന്നെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. കോടതിയിൽ, ബഹുമാനപ്പെട്ട കോടതിയിൽ പൂർണ്ണ വിശ്വാസം ഉണ്ട്. ഒപ്പം തന്നെ CPM-ന്റെ അല്ലെങ്കിൽ ഇടതു മുന്നണിയുടെ ഈ കടുംവെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കടുത്ത നടപടിയെ അല്ലെങ്കിൽ വളരെ മ്ലേച്ഛകരമായ നടപടിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് K. ശബരിനാഥനും കൂടെ രംഗത്ത് വരികയാണ്. അതായത് ഇല്ലാ കഥകൾ പറഞ്ഞാണ് ഇപ്പോൾ CPM ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന വിമർശനം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ മത്സരിച്ച് വിജയിക്കുക എന്നതാണ് ശബരിനാഥൻ ഇന്ന് CPM-ന് നൽകുന്ന മുന്നറിയിപ്പ്. പക്ഷെ അത് സ്വീകരിക്കാൻ CPM തയ്യാറാകുമോ എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. പാർട്ടിക്ക് പറയാനുള്ളത് CPM-ന് എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം അവർക്കത് ചെയ്യേണ്ട രാഷ്ട്രീയ ഇതാണ്. അവർ രാഷ്ട്രീയമായി പോരാടും, രാഷ്ട്രീയം അവിടെ പറയാം. പക്ഷെ ഇതിന് ഒത്താശ നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥരുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ നല്ല താഴോട്ട് ഈ പേപ്പറൊക്കെ വെരിഫൈ ചെയ്യുന്ന ചില മാന്യ അദ്ദേഹങ്ങളുണ്ട്. ആ മാന്യ അദ്ദേഹങ്ങൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടിയായിട്ട് തന്നെ പാർട്ടി മുന്നോട്ട് പോകും. ഇവിടെ ഒരാൾ മത്സരിക്കുന്ന ഒരു പെൺകുട്ടി, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാധാരണക്കാരുടെ വീട്ടിലെ പെൺകുട്ടി 24-ാം വയസ്സിൽ മത്സരിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് മത്സരിക്കാനുള്ള ബേസിക് അവകാശം പോലും നൽകാതെ അവർക്കെതിരെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നതിന് ശക്തമായിട്ടുള്ള ജനരോഷം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഒരു നന്ദി ഞാൻ ഇത് ചെയ്ത ആളുകളോട് പറയുകയാണ്. ഇത് കാരണം മുട്ടടയും തിരുവനന്തപുരം മാത്രം അനുദിരുന്ന വൈഷ്ണയെ ഇന്ന് കേരളം ഒന്നടങ്കം ഏറ്റിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ആദ്യം ജയിക്കാൻ പോകുന്ന കോർപ്പറേഷൻ സീറ്റ് വൈഷ്ണയുടെ ആയിരിക്കും. വൈഷ്ണ സുരേഷുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇങ്ങനെ കോടതിയിൽ എത്തി നിൽക്കുമ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ബിനു ചേരുകയാണ്. ബിനു, CPM-നെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് ഇന്ന് കോടതിയിൽ നിന്നും ഉണ്ടായത്. സ്വാഭാവികമായും ശുഭപ്രതീക്ഷയാണ് വൈഷ്ണയും പങ്കുവയ്ക്കുന്നത്. ഈ രാഷ്ട്രീയപരമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്ന പരാമർശങ്ങൾ ഇടതുമുന്നണിക്ക് CPM-ന് കടുത്ത പ്രഹരം തന്നെയല്ലേ സത്യത്തിൽ ഏൽപ്പിക്കുക? വൈഷ്ണ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് നീതിയുക്തമായ നടപടി എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം CPM-നേറ്റ കനത്ത തിരിച്ചടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം
വൈഷ്ണവയുടെ സ്ഥാനാർത്ഥിത്വം ഏറെ നേരത്തെ തന്നെ UDF പ്രഖ്യാപിക്കുകയും അതിനനുസരിച്ചുള്ള പ്രചരണം നടത്തുന്ന സന്ദർഭത്തിലാണ് ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ പേരില്ലെന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് വൈഷ്ണയെ ഇതിൽ നിന്നും സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും ഒഴിവാക്കുന്ന നടപടിയിലേക്ക് കടന്നത്. വൈഷ്ണവയെ സംബന്ധിച്ചിടത്തോളം ഏറെ മാനസിക വിഷമം ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു അത്. കാരണം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് ജോലി രാജിവെച്ച് മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ ഇത്തരത്തിൽ സ്ഥാനാർത്ഥിത്വം നഷ്ടമാകുന്നത് തീരെ പ്രായം കുറഞ്ഞ ഒരു കുട്ടിയാണ് വൈഷ്ണവ. അതുകൊണ്ട് തന്നെ വലിയ മാനസിക ആഘാതമാണ് സൃഷ്ടിച്ചത്. പക്ഷേ കോൺഗ്രസിൻ്റെയും വൈഷ്ണവയുടെയൊക്കെ നേതൃത്വത്തിൽ ഇതിൽ കോടതിയിൽ നിന്നും നീതി പ്രതീക്ഷിച്ചുകൊണ്ട് ഹർജി നൽകുകയും ഹൈക്കോടതി ശക്തമായ ഭാഷയിൽ CPM-നെതിരെ താക്കീത് നൽകിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു പ്രായം കുറഞ്ഞ കുട്ടിയെ ഒരു കാരണം പറഞ്ഞുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന കാരണം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ നിന്നും ഇല്ലാതാക്കുന്ന നടപടി അനീതിയാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ 20-ാം തീയതിക്കുള്ളിൽ തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്നും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് മടക്കി കൊണ്ടുവരണമെന്നും അടക്കമുള്ള ഒരു നീതിയുക്തമായ നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വൈഷ്ണയ്ക്കുണ്ടായത്. ഏറെ സന്തോഷത്തോടെയാണ് വൈഷ്ണയും കോൺഗ്രസ് നേതാക്കളുമൊക്കെ ഇതിനെ സ്വാഗതം ചെയ്തത്. അതിനെ തുടർന്ന് വൈഷ്ണ പ്രചരണ രംഗത്ത് വീണ്ടും സജീവമാകുന്നു. നീതിയുടെ വിജയമാണ് ഇത് എന്ന് വൈഷ്ണ പ്രതികരിച്ചു. അതോടൊപ്പം തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ പരാജയഭീതി കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് CPM കടന്നത്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പ്രചരണം ആരംഭിച്ചപ്പോൾ തന്നെ CPM ഭയക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു മുട്ടട വാർഡിൽ UDF ജയിക്കുമെന്ന് പൂർണ്ണ ഉറപ്പ് വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കവുമായി CPM മുന്നോട്ട് വന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പരാതി ഉന്നയിച്ച ആളിന് വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകളുണ്ട്. നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, ഇതിൽ ഈ പട്ടിക, സ്ഥാനാർത്ഥിത്വ പട്ടിക അല്ലെങ്കിൽ വോട്ടർ പട്ടിക, ഒരുപാട് ക്രമക്കേടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. പലപ്പോഴും നിയമസഭ വോട്ട് ചെയ്തവർക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയുന്നില്ല, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർക്ക് നിയമസഭയിൽ ചെയ്യാൻ കഴിയുന്നില്ല. അത്തരത്തിൽ ഒരുപാട് ക്രമക്കേടുകൾ ഇതിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വൈഷ്ണവയെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചെയ്ത വ്യക്തിത്വമാണ്. പക്ഷേ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തത് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ കൃത്യമായ രീതിയിൽ കോടതിയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തെളിവുകളും സമർപ്പിച്ചു. കോടതി ശക്തമായ ഭാഷയിലാണ് വിമർശിച്ചത് CPM-നെതിരായി. ഇത്തരത്തിൽ പ്രായം കുറഞ്ഞൊരു കുട്ടിയെ ഈ രീതിയിൽ ചെയ്തത് ശരിയായില്ല, ഇത് അനീതിയാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കണം, 20-ാം തീയതിക്കുള്ളിൽ തീരുമാനം ഉണ്ടാകണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വൈഷ്ണയ്ക്ക് മത്സരിക്കാമെന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഹർജി വരുന്നു. അതേ തുടർന്ന് വൈഷ്ണ ഇപ്പോൾ പ്രചരണ രംഗത്ത് സജീവമാകുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഒരു സാമ്യം പരിശോധിക്കാം. വോട്ടുകൊള്ള, അത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൊള്ളരുതായ്മകൾ തുറന്നു കാട്ടിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷേ ഈ വിഷയത്തിൽ പ്രതികരണം നടത്താത്ത വളരെ ചുരുക്കം ചിലരുണ്ട്. അത് കേരളത്തിലെ CPM നേതാക്കളും പ്രവർത്തകരുമാണ്. എന്തുകൊണ്ടായിരിക്കും ഈ വോട്ടുകൊള്ളയ്ക്കെതിരെ ഇവരുടെ നാവ് ഉയരാത്തത്? സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതിന്റെ കാരണം ഈ റിപ്പോർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും. When I first saw this information that you're going to see, I must tell you, I struggled to believe it. I was in shock. I simply could not believe what I saw. I told the team that, listen, cross-check this, not from one source, cross-check it multiple times, again and again and again and again. രാജ്യവ്യാപകമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും നരേന്ദ്രമോദി സർക്കാരും ചേർന്ന് നടത്തുന്ന വോട്ടുകൊള്ള ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുറന്നു കാട്ടിയപ്പോൾ മിണ്ടാത്ത ഒരു വിഭാഗമാണ് നമ്മുടെ കേരളത്തിലെ CPM നേതൃത്വം. അതിന്റെ കാരണം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. രാജ്യവ്യാപകമായി വോട്ടുകൊള്ള നടക്കുമ്പോൾ കേരളത്തിലും വൻ വോട്ടുകൊള്ള നടക്കുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM-ന്റെ ക്രമക്കേട്. വോട്ടർ പട്ടികയിൽ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേരിനൊപ്പമുള്ളത് തെറ്റായ വീട്ടു നമ്പർ ആണെന്ന് പരാതി നൽകിയ CPM ബ്രാഞ്ച് അംഗത്തിന്റെ പേരിനൊപ്പമുള്ള വീട്ടു നമ്പറിൽ താമസിക്കുന്നത് 22 പേർ എന്നാണ് രേഖകൾ തെളിയിക്കുന്നത്. CPM മുട്ടട ബ്രാഞ്ച് അംഗം ധനേഷ് കുമാറാണ് വൈഷ്ണയ്ക്കെതിരെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള അഡീഷണൽ സെക്രട്ടറിക്ക് പരാതി നൽകിയത്.
TC18/2464 എന്ന വീട്ടു നമ്പറാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച സപ്ലിമെന്ററി പട്ടികയിൽ ഇദ്ദേഹത്തിന്റെ പേരിന് ഒപ്പമുള്ളത്. ഇതേ വീട്ടു നമ്പർ 21 പേരെ വേറെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന രേഖയാണ് പുറത്തായത്. തോപ്പിൽ വീട്, മാറക്കൽ തോപ്പിൽ വീട്, ശക്തിഭവൻ, അനുപമ മാറക്കൽ തോപ്പ്, ശേഖരമംഗലം, RC നിവാസ്, അക്ഷയ, ഭാർഗവ പ്രസാദം തുടങ്ങിയ വീട്ടുപേരുകളാണ് 18/2464 എന്ന വീട്ടു നമ്പറിനൊപ്പം ചേർത്തിരിക്കുന്നത്. ഒരു വീടിന് ഒരു നമ്പർ എന്ന ക്രമത്തിലാണ് കോർപ്പറേഷൻ റവന്യൂ വിഭാഗം നമ്പർ അനുവദിക്കുന്നത്. ഒരു നമ്പറിൽ 22 പേരുകളിൽ വീടുകളുണ്ടായതാണ് ക്രമക്കേട് ആരോപണം ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതേസമയം മുട്ടട മാതൃകയിൽ CPM ഒരു വീട്ടു നമ്പറിൽ ഒട്ടേറെ പേരെ ചേർത്തു എന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. നേരത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വോട്ടുകൊള്ളയെപ്പറ്റി വാർത്താ സമ്മേളനങ്ങൾ നിരന്തരമായി നടത്തിയപ്പോൾ കേരളത്തിലെ CPMന്റെ ഭാഗത്തു നിന്നും കാര്യമായ പ്രതികരണം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തങ്ങളും വോട്ടുകൊള്ള നടത്തുന്നു എന്നതുകൊണ്ടാണ് CPMന്റെ പ്രമുഖ നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത് എന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, ജയ് ഹിന്ദ് ന്യൂസ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, കണ്ണൂർ പയ്യന്നൂരിൽ ബൂത്ത് ലെവൽ ഓഫീസർ അനീഷ് ജോർജ് ജീവൻ ഒടുക്കിയ സംഭവമാണ്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി കേരളം ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? ആരാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദി? ഇങ്ങനെ ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ നിരവധിയുണ്ട്. അപ്പോഴും പ്രസക്തമാകുന്ന അല്ലെങ്കിൽ സംശയമുയരുന്ന മറ്റു ചില യാഥാർത്ഥ്യങ്ങളും ബാക്കിയാവുകയാണ്. സംഭവത്തിൽ CPM എന്ന പാർട്ടിയുടെ പങ്ക് എന്താണ്? ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തം എന്ത്? ഒരു വശത്ത് CPMന്റെ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുന്നു, മറുവശത്ത് അമിത ജോലിഭാരം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്രൂരമായി പീഡിപ്പിക്കുന്നു. സ്വാഭാവിക മരണമല്ല, കൂട്ടുത്തരവാദിത്തം നിറഞ്ഞ അരുംകൊല എന്ന് പറയുന്നതാണ് ഏറെ ഉചിതം. ഏറ്റുകുടുക്കിയിലെ BLO അനീഷ് ജോർജിന്റെ ആത്മഹത്യ CPMനെ കടുത്ത പ്രതിരോധത്തിലാണ് ആക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടെയാണ് വീട്ടിൽ അകത്ത് അനീഷ് ജോർജിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനുശേഷം വലിയ വിവാദങ്ങൾക്ക് കാരണമായിരിക്കുന്നു. CPMന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ രംഗത്ത് വരേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. CPMനെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ഏറ്റുകുടുക്ക ബൂത്തിലെ SIR ഫോം വിതരണവുമായി ബന്ധപ്പെട്ട് അനീഷ് ജോർജ് വിവിധ വീടുകളിൽ സന്ദർശനം നടത്തിയിരുന്നു. അദ്ദേഹത്തിനൊപ്പം BLAമാരായ കോൺഗ്രസിന്റെയും CPMന്റെയും പ്രതിനിധികൾ പോയിരുന്നു. ഇതിനിടയിൽ ഒരു ദിവസം കോൺഗ്രസിന്റെ BLA ഒപ്പം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ BLA ഒപ്പം കൂട്ടരുതെന്ന് CPM ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു വിവാദങ്ങൾ ഉണ്ടാവുന്നത്. ഈ ഒപ്പം കൂട്ടുന്നത് അവസാനിപ്പിക്കണമെന്ന് പാർട്ടി നേതൃത്വം, പ്രാദേശിക നേതൃത്വം അനീഷ് ജോർജിനോട് ആവശ്യപ്പെടും. എന്നാൽ അദ്ദേഹം അതിന് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. ഇതിനെ തുടർന്ന് തൊട്ടടുത്ത ദിവസം മുതൽ CPMന്റെ BLA കൂടെ പോകുന്നത് ഒഴിവാക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് അനീഷ് ജോർജിനൊപ്പം കോൺഗ്രസിന്റെ BLA മാത്രമായിരുന്നു സഞ്ചരിച്ചിരുന്നത്. ഇതിനിടയിലാണ് അനീഷ് ജോർജിന് ഒരു ഫോൺ സന്ദേശം വരുന്നതും ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നതും. ഇതോടുകൂടി അദ്ദേഹം ജോലിയുടെ സമ്മർദ്ദത്തിന് വിധേയനായിരുന്നു. CPMന്റെ കടുത്ത സമ്മർദ്ദത്തിന് അദ്ദേഹം വിധേയനായിരുന്നു. CPMന്റെ ആളുകൾ വിളിച്ച് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നത്, നീ എന്തിനാണ് കോൺഗ്രസിന്റെ BLAയും കൂട്ടി ഒന്നിച്ച് നടക്കുന്നത്? ഈ SIRന്റെ അപേക്ഷാ ഫോറം ഞങ്ങൾ വിതരണം ചെയ്യാന്നുള്ളത് തുടങ്ങിയ രീതിയിലായിരുന്നു അവർ പറഞ്ഞത്. നീ അവനെ കൂട്ടേണ്ട കാര്യമില്ല, കോൺഗ്രസ്സുകാരനെ കൂട്ടി നടക്കേണ്ട കാര്യമില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു. എന്നാൽ SIR നിയമം സംബന്ധിച്ച് BLO വീടുകൾ സന്ദർശിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിനൊപ്പം ഇതിന്റെ ഫോറത്തിന്റെ വിതരണത്തിന് സഹായിയായി വേണ്ടെങ്കിൽ BLAമാരെ കൂട്ടാം, അവർക്കാണുള്ള വീടുകളിലെ പരിചയം തുടങ്ങിയാണ് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നത്. എല്ലാ പാർട്ടികളെയും BLAമാരെ കൂട്ടുവാനുള്ള സാഹചര്യം ഒരുക്കിയിരുന്നു. എന്നാൽ അത് പാടില്ലെന്നാണ് CPMന്റെ ആളുകൾ പറഞ്ഞത്. ഇതിനെ തുടർന്നുള്ള കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് അനീഷ് ജോർജ് ആത്മഹത്യ എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ശബ്ദ സന്ദേശവും പുറത്തു വന്നിരുന്നു. ഈ അനീഷ് ജോർജിനെ CPMന്റെ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് CPMനെ കടുത്ത പ്രതിരോധത്തിലാണ് ആക്കിയിരിക്കുന്നത്. BLOയുടെ ആത്മഹത്യയെ തുടർന്ന് SIRന്റെ സമ്മർദ്ദം കാരണമാണ് അനീഷ് ജോർജ് ആത്മഹത്യ എന്ന രീതിയിൽ CPM പ്രചാരണവും ആരംഭിച്ചിരുന്നു. CPMന്റെ നേതാക്കന്മാർ അനീഷ് ജോർജിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ പിതാവും കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും അനീഷ് ജോർജ് ഇത്തരത്തിലൊരു സമ്മർദ്ദത്തിന് വിധേയനായിരുന്ന രീതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോലും നിർബന്ധിക്കുന്ന സാഹചര്യവും കണ്ണൂരിൽ ഏറ്റുകുടുക്കിയിലെ വീട്ടിലുണ്ടായി. അതുമാത്രമല്ല, ഇത് കഴിഞ്ഞപ്പോൾ അനീഷിന്റെ സുഹൃത്തുക്കളുടെ ശബ്ദ സന്ദേശം ഉൾപ്പെടെ പുറത്തു വരുമ്പോൾ തന്നെ CPM കടുത്ത പ്രതിരോധത്തിലായിരിക്കുകയാണ്. CPMന്റെ സംസ്ഥാന നേതാവായ MP ജയരാജൻ ഉൾപ്പെടെയുള്ള SIRന്റെ ഈ തമ്മിലുള്ള സമ്മർദ്ദം കാരണമാണ്, SIRന്റെ ഫോറം വിതരണവും മറ്റു കാര്യങ്ങളെ സമ്മർദ്ദം കാരണമാണ് ഇത്തരത്തിലുള്ള അനീഷ് ജോർജ് ആത്മഹത്യ എന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. NGO യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. അതോടൊപ്പം തന്നെ NGO അസോസിയേഷനും ഈ സമഗ്രമായ അന്വേഷണം അനീഷ് ജോർജിന്റെ ആത്മഹത്യയെ ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് NGO അസോസിയേഷൻ
അസോസിയേഷൻ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. CPM ഒരു പടി മുന്നിൽ കൂടി കടന്നുകൊണ്ട് BLOക്ക് എതിരായിട്ടുള്ള BLO സമ്മർദ്ദം SIRന്റെ സമ്മർദ്ദം കാരണം മരിച്ചെന്ന് തുടങ്ങിയ കാര്യങ്ങളും വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ പോന്നിരിക്കുന്നത്. പാർട്ടി ഗ്രാമങ്ങളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഒരു കോൺഗ്രസിന്റെ BLAമാരെയും പാർട്ടി പ്രവർത്തകരെ മാറ്റി നിർത്തുന്ന രീതിയിലുള്ള ഭീഷണികളെ തുടർന്നാണ് അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്യുന്ന കാര്യമാണ് വ്യക്തമാകുന്നത്. ഈ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതികരണങ്ങൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷം പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഈ മരണം വേദനാജനകമെന്ന് KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഇന്ന് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. ആത്മഹത്യയ്ക്ക് പിന്നിൽ CPM ആണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. ആ പ്രതികരണങ്ങൾ കാണാം. പയ്യന്നൂരിലെ BLO അനീഷ് ജോർജിന്റെ ആത്മഹത്യ വളരെയേറെ വേദനാജനകമാണ്. അദ്ദേഹത്തിന് ജോലി ഭാരം അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ BLA കൂടെ കൂട്ടിയതിന്റെ പേരിൽ അദ്ദേഹത്തെ CPMന്റെ BLA ഭീഷണിപ്പെടുത്തുകയും അതിന്റെ പേരിലുള്ള ടെൻഷൻ അദ്ദേഹത്തിന് അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. അത് അദ്ദേഹം ഫോണിൽ കോൺഗ്രസിന്റെ BLAയോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന്റെ BLA കൂട്ടി വീടുകൾ സന്ദർശിച്ചാൽ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ലഘുലേഖ പ്രചരിപ്പിച്ചു, വിതരണം ചെയ്തു എന്നതിന്റെ പേരിൽ കള്ള പരാതി കൊടുത്ത് ബുദ്ധിമുട്ടിലാക്കുമെന്ന് CPMന്റെ ആളുകൾ പറഞ്ഞിരുന്നുവെന്ന് ഈ അനീഷിന്റെ ഫോൺ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാണ്. അപ്പൊ ജോലി ഭാരത്തിന്റെ ടെൻഷനും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഈ ഭീഷണിയുമാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചത്. SIRന്റെ പേരിൽ പയ്യന്നൂരിൽ നടന്ന BLOയുടെ ആത്മഹത്യ വളരെ ഗൗരവതരമായ ഒരു അന്വേഷണത്തിന് വിധേയമാക്കണം. കാരണം അതിൽ CPM പ്രവർത്തകരുടെ പങ്കുകൂടി ഉണ്ട് എന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ വെളിപ്പെടുത്തുന്നത്. കോൺഗ്രസിന്റെ BLAയെ ഈ SIRന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ BLO കൊണ്ടുപോയതിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു CPM നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളെ. പിന്നെ ഈ ജോലിയുടെ ഭാരവും എല്ലാ സമ്മർദ്ദവും ഇതാണ് ഈ ആത്മഹത്യക്ക് ഇട നൽകിയത് എന്നാണ്. അതുകൊണ്ട് ഗൗരവതരമായ അന്വേഷണം സർക്കാർ നടത്തണം, ബോധ്യം വരുന്ന തരത്തിൽ അന്വേഷണം നടക്കണം. ഇലക്ഷൻ കമ്മീഷൻ കുറെ കൂടെ ഗൗരവമായി ഈ വിഷയത്തെ പഠിക്കണം. കാരണം BLOമാര് വ്യാപകമായി സംസ്ഥാനത്തുടനീളം പരാതിയാണ്. അവർക്ക് അമിതമായ ജോലിഭാരമാണ്. ഭൂരിഭാഗം പേര് സ്ത്രീകളായിട്ടുള്ള ആളുകളാണ് BLOമാർ. അവർക്ക് ഈ ജോലി ചെയ്ത് തീർക്കാൻ കഴിയുന്നില്ല. 3 പ്രാവശ്യം വീട്ടിൽ പോകണമെന്നാണ് പറയുന്നത്. സംസ്ഥാനത്ത് BJPയിൽ ഇപ്പോൾ 2 ആത്മഹത്യകളാണ് ഈ ഇടയ്ക്ക് നടന്നത്. ഒരാൾ ആത്മഹത്യാ ശ്രമവും നടത്തുന്നത് കേരളം കണ്ടു. ഇത്രയുമായിട്ടും BJP സംസ്ഥാന നേതൃത്വം അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. BJP നേതാക്കൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്നാണ് ഈ 2 പേരുടെയും ആത്മഹത്യാ കുറിപ്പുകളിലും പറയുന്നത്. ആരോപണങ്ങളിലും സാമ്പത്തിക ഇടപാടുകളിലും ആടി ഉലയുന്ന BJPയുമായി ബന്ധം സ്ഥാപിക്കാനാണ് തിരുവനന്തപുരത്ത് CPM ശ്രമിക്കുന്നത് എന്നതും മറ്റൊരു വാർത്തയാണ്. CPMൽ നിന്നും രാജിവെച്ച മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ദേശാഭിമാനി എന്ന CPMന്റെ മുഖപത്രം അതിന്റെ ബ്യൂറോ ചീഫുമായിരുന്ന 2 പേർ ഗുരുതര ആരോപണങ്ങളാണ് കടകംപള്ളി സുരേന്ദ്രന് നേരെ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ എന്ന മുൻ മന്ത്രി BJP ഏജന്റാണെന്നും പാർട്ടി വിട്ട ഈ മുതിർന്ന നേതാക്കൾ ആരോപിക്കുകയാണ്. അങ്ങനെ CPMും BJPയും മാറി മാറി കളം ചവിട്ടുമ്പോൾ കുഴഞ്ഞു മറിയുകയാണ് സംസ്ഥാനത്തെ BJP നേതൃത്വം. ആത്മഹത്യാ പരമ്പരകൾ BJPയെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലും പ്രതിക്കൂട്ടിലുമാക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. കഴിഞ്ഞ 1 മാസം മുമ്പ് തന്നെ ഈ കൗൺസിലറുടെ ആത്മഹത്യക്ക് തൊട്ടു പിന്നാലെയാണ് സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിൽ ഒരു RSS പ്രവർത്തകൻ തലസ്ഥാനത്ത് ആത്മഹത്യ ചെയ്യുന്ന സംഭവമുണ്ടായത്. അതോടുകൂടി BJP നേതൃത്വവും RSS നേതൃത്വവും ഒരുപോലെ പ്രതിരോധത്തിലും പ്രതിക്കൂട്ടിലുമാകുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്. BJP നേതൃത്വവും RSS നേതൃത്വവും ഇതിൽ നിന്ന് കൈകഴുകുന്നതിന് വേണ്ടിയുള്ള തന്ത്രപരമായ പല സമീപനങ്ങളും അവർ കൈക്കൊണ്ടു. അവർ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ വളരെ തന്ത്രപരമായി ഈ ആനന്ദ് തങ്ങളുടെ പ്രവർത്തകനല്ല
എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് അത്തരത്തിൽ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ ഇന്ന് കാര്യങ്ങൾ പൊടുന്നനെ മാറി മറിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. ഈ ആനന്ദ് ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ അടക്കം അതുമായി ചേർന്ന കമ്മിറ്റിയിൽ അടക്കം പങ്കെടുത്തിരുന്നു എന്നതിന്റെ സുപ്രധാനമായ തെളിവുകൾ പുറത്തു വന്നു. അതോടുകൂടി BJP നേതൃത്വം കൂടുതൽ വെട്ടിലായിരിക്കുന്ന സാഹചര്യമാണ്. പക്ഷേ RSSും BJPയും ഒക്കെ തന്നെ കൈ കഴുകുന്നതിന് വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തുന്നു. ആനന്ദ് തങ്ങളുടെ ഭാഗമല്ല എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ അവർ തുടരുകയും ചെയ്യുകയാണ്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള പോലീസ് അന്വേഷണമൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ആനന്ദിന്റെ സുഹൃത്തുക്കളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു. ഏതായാലും അത്തരത്തിലുള്ള പോലീസ് അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നു. നേരത്തെ തന്നെ നമുക്കറിയാം ഈ കോടിക്കണക്കിന് രൂപയുടെ മാഫിയ ബന്ധങ്ങളാണ് BJP RSS നേതാക്കൾക്കെതിരെ, പ്രാദേശിക നേതാക്കൾക്കെതിരെ തലസ്ഥാനത്ത് ഉയർന്നിരിക്കുന്നത്. ഈ ആനന്ദ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആത്മഹത്യാ കുറിപ്പിൽ പോലും അത്തരത്തിൽ വലിയ മണൽ മാഫിയ, മണ്ണ് മാഫിയകളുമായൊക്കെയുള്ള ബന്ധങ്ങൾ, അത്തരത്തിലുള്ള ക്രിമിനൽ ബന്ധങ്ങളെ കുറിച്ചുള്ള വളരെ വിശദമായ കാര്യങ്ങളൊക്കെ തന്നെ ആനന്ദ് തന്റെ ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിരുന്നു. അതിന് സമാനമായ രീതിയിലുള്ള ഒട്ടനവധി കഥകൾ BJP RSS നേതാക്കളെ സംബന്ധിച്ച്, അവരുടെ മാഫിയ ബന്ധത്തെക്കുറിച്ച് തലസ്ഥാനത്ത് ഒട്ടനവധി വിവാദങ്ങളും കഥകളും അലയടിക്കുകയാണ്. നേരത്തെ തന്നെ ഈ സഹകരണ പ്രസ്ഥാനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ BJP നേതാക്കൾ വായ്പയെടുക്കുന്നു. അതിനുശേഷം ആ വായ്പകൾ അവർ തിരിച്ച് അടയ്ക്കാതെ ഇത്തരത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നു. അതുതന്നെയാണ് തിരുമലയിലെ കൗൺസിലറുടെ ആത്മഹത്യയിലേക്ക് വഴിതെളിച്ചത്. അദ്ദേഹം പ്രസിഡന്റായിരുന്ന സഹകരണ സംഘത്തിൽ നിന്ന് 6 കോടിയിലേറെ രൂപയാണ് ഇത്തരത്തിൽ BJP നേതാക്കൾ വായ്പയെടുക്കുന്നു, അത് തിരിച്ചടയ്ക്കാതെ വരുന്നു. അതോടുകൂടി ആ ബാങ്ക് വലിയ പ്രതിസന്ധിയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് അഭിമാനം രക്ഷിക്കുവാൻ, ആത്മാഭിമാനം രക്ഷിക്കുവാൻ അദ്ദേഹത്തിന് ആത്മഹത്യയുടെ വഴി തേടേണ്ടതായി വന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ആനന്ദിന്റെ ആത്മഹത്യ ഉണ്ടായിരിക്കുന്നത്. സ്ഥാനാർത്ഥിത്വം നൽകാമെന്ന് ഏറെക്കാലമായി പ്രലോഭിപ്പിച്ചതിന് ശേഷം സ്ഥാനാർത്ഥിത്വം നൽകാതായി ആ മനോവിഷമത്തിൽ ആ ഒരു ജീവൻ കൂടി പൊലിയുന്ന സാഹചര്യം. സമാനമായ രീതിയിൽ സ്ഥാനാർത്ഥിത്വം നൽകാത്തതിന് നെടുമങ്ങാട് വനിതാ പ്രതിനിധി ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നു. അങ്ങനെ ആത്മഹത്യകളുടെ ഒരു പരമ്പരകൾ തന്നെയാണ് BJP നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുലയ്ക്കുന്നത്. പാർട്ടി നേതൃത്വം ഗൗരവതരമായി ഈ വിഷയം ചർച്ച ചെയ്യണം. അതിനുള്ള ആവശ്യമാണ് പാർട്ടിയിലെ വലിയൊരു വിഭാഗം ഉയർത്തിയിരിക്കുന്നത്. ഏതായാലും പോലീസ് അന്വേഷണവും ഇക്കാര്യത്തിൽ തുടരുകയാണ്. BJP അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലും പ്രതിക്കൂട്ടിലും നിൽക്കുന്ന കാഴ്ചയാണ് തലസ്ഥാനത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇടതുമുന്നണിക്ക് ഇതത്ര നല്ല കാലമല്ല. തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന വേളയിൽ CPMൽ നിന്നും CPIയിൽ നിന്നും നിരവധി പ്രവർത്തകരും നേതാക്കളുമാണ് കോൺഗ്രസിലേക്ക് ചേക്കേറുന്നത്. ഇതിൽ പലരും പാർട്ടിയുടെ തെറ്റായ നയത്തിനെതിരെയും അല്ലെങ്കിൽ പാർട്ടി ഇപ്പോൾ സ്വീകരിക്കുന്ന തെറ്റായിട്ടുള്ള രീതിയെയും വിമർശിച്ചുകൊണ്ടാണ് പുറത്തു വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട CPI നേതാവായ ശ്രീന കുഞ്ഞമ്മ കോൺഗ്രസിലേക്ക് എത്തിയത്. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ LDFിൽ നിന്നും ഇപ്പോൾ കൂട്ടക്കൊഴിഞ്ഞുപോകലാണ്. CPMൽ നിന്നും CPIയിൽ നിന്നുമൊക്കെ നേതാക്കൾ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറുകയാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പത്തനംതിട്ട CPIയിൽ നിന്ന് CPI വിട്ട് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേക്കേറിയിരിക്കുന്നു എന്നുള്ളത്. പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ലായ്മയെ ചൂണ്ടിക്കാണിച്ച് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് താൻ രാജിവെക്കുന്നതെന്നടക്കമുള്ള കാര്യങ്ങളാണ് ശ്രീനാദേവി മാധ്യമങ്ങളോടൊക്കെ തന്നെയും പറഞ്ഞത്. അങ്ങനെ രൂക്ഷമായ ഭാഷയിൽ പാർട്ടിയെ വിമർശിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇടതുമുന്നണിയെ വിമർശിച്ചുകൊണ്ടാണ് ശ്രീനാദേവി ഈ കോൺഗ്രസിലേക്ക് ചേക്കേറിയത് എന്നുള്ളതാണ്. ഇതിന് സമാനമായി തന്നെ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് തിരുവനന്തപുരം ജില്ലയിലും CPI വിട്ടുകൊണ്ട് മീനാങ്കൽ കുമാർ കോൺഗ്രസിലേക്ക് ചേക്കേറിയത്. സമാനമായ രീതിയിൽ കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും, കൊല്ലം, പാലക്കാട്, അല്ലെങ്കിൽ എറണാകുളം തുടങ്ങിയ ജില്ലകളിൽ നിന്നൊക്കെ തന്നെ നേതാക്കൾ CPI വിട്ട്, അല്ലെങ്കിൽ CPM വിട്ട്, അല്ലെങ്കിൽ ഇടതുമുന്നണി വിട്ടുകൊണ്ട് ഈ ഒരു കോൺഗ്രസിലേക്ക് ചേക്കേറിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു വേളയിൽ ഈ നേതാക്കളുടെയൊക്കെ കൊഴിഞ്ഞുപോക്ക് പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു സമ്മർദ്ദം ചെലുത്തുകയാണ് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം, നേതാക്കൾ പാർട്ടി വിടുന്നു എന്നതിനപ്പുറമായിട്ട് ഈ നേതാക്കൾ പാർട്ടി വിടുമ്പോൾ അവരുടെ ഇടതുമുന്നണിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുൻപിൽ തുറന്നു കാട്ടിക്കൊണ്ടാണ് ഇവർ പാർട്ടി വിടുന്നത് എന്നുള്ളത്.
എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനമായി നേതാക്കളെല്ലാം തന്നെ എടുത്തു പറയുന്ന കാര്യം ഈ പാർട്ടിക്കുള്ളിൽ പണാധിപത്യമാണ്, അല്ലെങ്കിൽ ഏകാധിപത്യം ഒരുപാടുണ്ട് ഈ പാർട്ടിക്കുള്ളിൽ, അല്ലെങ്കിൽ സ്വേച്ഛാധിപതിയെ പോലെയാണ് നേതാക്കളെല്ലാം തന്നെ പെരുമാറുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം CPM BJP അന്തർധാര അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ തങ്ങൾക്ക് കഴിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ടാണ് ഈ നേതാക്കൾ ഈ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറുന്നത് എന്നുള്ളതാണ്. കുറേ നാളുകളായി കോൺഗ്രസർക്കും ഈ പ്രതിപക്ഷം വളരെയധികം എന്നും ഊന്നി പറയുന്ന കാര്യങ്ങളാണ് CPM BJP അന്തർധാരയൊക്കെ. അതൊക്കെ തന്നെ തുറന്നു കാട്ടിക്കൊണ്ടാണ് ഈ ഇടതു മുന്നണിയിൽ നിന്നും നേതാക്കൾ പാർട്ടി വിട്ടുകൊണ്ട് ഈ കോൺഗ്രസിലേക്ക് ചേക്കേറുന്നത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മൂന്നാമതായും തങ്ങൾ തന്നെ അധികാരത്തിൽ വരുമെന്ന് എപ്പോഴും വീമ്പ് പറയുന്ന ഒരാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതുപോലെ തന്നെ അനുസരിച്ചുകൊണ്ട് നേതാക്കന്മാരൊക്കെ തന്നെയും ഞങ്ങൾ മൂന്നാമത് വീണ്ടും അധികാരത്തിൽ വരുമെന്ന് വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് നേതാക്കളൊക്കെ തന്നെയും പറയുന്നത്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഏറ്റവും പ്രധാനം തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തു, ഇതിനുശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 തിരഞ്ഞെടുപ്പുകളാണ്. ഈ 2 തിരഞ്ഞെടുപ്പുകളും ഫേസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം അവർക്ക് അവരുടെ പ്രതിച്ഛായ നല്ല രീതിയിൽ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനമാണ് PR വർക്കുകൾ എന്ന് പറയുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ഒരു സർക്കാർ നടത്തിയിരുന്നു. ഏത് സമയവും വിളിക്കാം, മുഖ്യമന്ത്രി നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ മുഖ്യമന്ത്രിയുണ്ട് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമൊക്കെ, ഒരു PR വർക്ക് ഇവർ നടത്തിയിരുന്നു. എന്നാൽ അന്ന് ആദ്യ ദിവസം തന്നെ വിളിച്ചിരുന്ന ഒരാൾക്ക് പോലും മുഖ്യമന്ത്രിയോട് പോയിട്ട് അങ്ങേ തലയ്ക്കൽ ഫോൺ എടുക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല, പരിധിക്ക് പുറത്തായിരുന്നു. ആ ഒരു PR വർക്ക് അവിടെ പൊളിഞ്ഞു. പിന്നീട് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമായിരുന്നു ഈ സംസ്ഥാനം അതിദരിദ്ര മുക്തമാക്കി എന്നുള്ളൊരു പ്രഖ്യാപനം. അതൊരു വലിയ പ്രഖ്യാപനമായിരുന്നു, വലിയ ചർച്ചകളിലേക്കൊക്കെ തന്നെ പോയതാണ്. ഇപ്പോഴും ഈ ഒരു സംസ്ഥാനത്ത് ഏറ്റവും അടിസ്ഥാന സൗകര്യമായിട്ടുള്ള ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം ഇതുപോലും കിട്ടാത്ത ആളുകൾ ജീവിക്കുന്ന ഉദാഹരണമായി ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോഴാണ് സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള പൊള്ളയായ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ വരുന്നത്. ഇതൊക്കെ തന്നെയും ഓരോന്നായി പൊളിയുകയാണ് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ. അതിലേറ്റവും ഈ ഒരു തിരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചടികളൊക്കെ തന്നെ സർക്കാരിന് ലഭിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ഇടതു മുന്നണിയിൽ നിന്നും പാർട്ടിയിൽ നേതാക്കളുടെയൊക്കെ തന്നെ കൊഴിഞ്ഞുപോകൽ എന്ന് പറയുന്നത്. വെറും കൊഴിഞ്ഞുപോകൽ മാത്രമല്ല, ഇവരൊക്കെ തന്നെ സമൂഹത്തിന് മുന്നിൽ പാർട്ടിക്കുള്ളിലെ ഭിന്നതകൾ തുറന്നു കാട്ടുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് CPM BJP അന്തർധാര വളരെ ശക്തമായെന്ന് ഈ നേതാക്കൾ തന്നെ പറയുന്നു. അതൊന്നും തങ്ങൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഒപ്പം ഈ മുതിർന്ന നേതാക്കളുടെ സ്വേച്ഛാധിപത്യപരമായ പെരുമാറ്റങ്ങൾ ഇതൊന്നും തങ്ങൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ലായ്മയുണ്ട്. ഇതിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടാണ് തങ്ങൾ രാജിവെക്കുന്നത് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഈ നേതാക്കളെല്ലാം തന്നെ കോൺഗ്രസിലേക്ക് ചേക്കേറുന്നത് എന്നുള്ളതാണ്. എന്തായാലും തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ, ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്ന ഈ ഒരു വേളയിൽ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി വലിയൊരു പ്രതിരോധത്തിലാവുകയാണ്. തങ്ങളുടെ നേതാക്കളെല്ലാം തങ്ങളെ വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറുന്നത് പാർട്ടിക്ക് വലിയൊരു സമ്മർദ്ദമാണ്, പൊതുസമൂഹത്തിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് എന്നുള്ളതാണ്. എന്തായാലും തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാറ്റുപോയ ബലൂൺ പോലെ ഇടതുമുന്നണി മാറുമെന്നുള്ള കാര്യം വ്യക്തമാണ്. നാളെ ഇതേ സമയം വീണ്ടും കാണാം. ജയ് ഹിന്ദ്.